ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. തോറ്റ് 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 ഇപ്പോൾ ശീലമായി. എന്തെന്നാ പറയുക, ഈ എന്താ പറയേണ്ടത് തന്നെ മനസ്സിലാകുന്നില്ല. ഇവന്മാരൊന്നും എടുത്ത് പൊട്ടക്കിണറ്റിലൊന്നും ഇട്ടാൽ പോരാ, കുഴിച്ച് മൂടുകാരും ചെയ്യേണ്ടി വരും. അമ്മാതിരി പ്ലെയേഴ്സ്. ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്ന കളി കണ്ടാൽ തോന്നുന്നത് എന്തോ 5 ഗോളായിട്ട് അടിച്ചിട്ട് നിൽക്കുന്നതാണ്. എല്ലാം വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പറയാം, ഒരൊറ്റൊരാളെ ഞാൻ പറഞ്ഞുതരാം, മഗ്വയർ. മാത്രമേ ഉള്ളൂ. മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കളിയിൽ ഓനും ഉഗാർട്ടയും. ബാക്കി എല്ലാം ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലോപ്പ്. ഇതിപ്പോൾ എല്ലാ പൊസിഷനിലും ഓരോരോ പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്യേണ്ട അവസ്ഥയായിട്ടുള്ള. ഇപ്പോൾ ഓരോ കോർണറും ഓരോ സെറ്റ് പീസ് വരുന്നേരവും ഓരോ അറ്റാക്ക് വരുന്നുണ്ട്. ഇന്നും അതാ ഡയറക്റ്റ് കോർണറൊന്നല്ല അടിക്കുന്നത്. ഒനാനെ ഒഴിവാക്കുക, എല്ലാത്തിനും ഒഴിവാക്കുക. ഇപ്പോൾ ഉള്ള സ്റ്റാർട്ടിങ് ലൈനപ്പിലുള്ള 11 പ്ലേയേഴ്സ്, 11 റിസർവും സബ്ബും എല്ലാം അടക്കം എല്ലാത്തിനെയും കളയണം. ഒരുത്തന്നെ വെക്കാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമോറിയും ഇപ്പം കോൺട്രാക്റ്റ് ക്യാൻസലായിട്ട് തിരിച്ച് സ്പോർട്ടിങ്ങിലേക്ക് പോകുന്നതായിരിക്കും അമോറിമിൻ്റെ നല്ലതിന്. ഇല്ലെങ്കിൽ ഓൻ്റെ കാര്യം പോക്കാം. ചെറിയൊരു പ്രായത്തിൽ തന്നെ നല്ലൊരു മാനേജറാകാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓൻ നശിക്കുക ചെയ്യുക. ഈ പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഓനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓൻ്റെ കരിയർ നശിച്ചു പോകും. അത്രയാ പറയാനുള്ളൂ. ഇതിനെല്ലാം എടുത്തിട്ട് എന്തെന്നാ ചെയ്യുക. റെഡ് കിട്ടിയിട്ടും കളിക്കുന്ന കളി കണ്ടാൽ തോന്നും എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സബ്ബ് വന്നിന് ഓൾറെഡി കളി എന്താ പറയുക, നമ്മളെ പഴയ അവാർഡ് പടം പോലെ പോവാം. എന്നേരം നമ്മളെ ഗോട്ട് ആൻ്റണി വരുന്നത്. അതും കൂടി ആയാലും തൃപ്തിയായി. പിന്നെ എടുത്തു പറയാനുള്ള ഒരു മര്യാദയ്ക്കൊരു ക്രോസ് കൊടുക്കാനോ ഒരു കോർണർ അടിക്കാനുള്ള ഒരു പ്ലെയർ ഒരു പൊസിഷനിലും ഒരു കളിക്കാറും ഇല്ല. ഒരു കെമിസ്ട്രി ഇല്ല. എന്താ ചെയ്യേണ്ടത്? ഹോയ്ലൻഡൊക്കെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, പാസ് കൊടുത്താൽ ബോൾ എടുക്കാൻ പോകുന്നില്ല, എന്നിട്ട് തിരിഞ്ഞിട്ട് ഓനെ കലമ്പുന്നുണ്ടാവും. എന്തിനാണിങ്ങനെ? എന്താ പറയുക ഇവരെയൊക്കെ? എല്ലാത്തിനെയും എടുത്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും എടുത്ത് കളയണം. ഇതിപ്പം വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും 3 പോയിൻ്റ് വീതം കൊടുക്കുന്നുണ്ട്. മറ്റേ അഴിക രാവണിൽ മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ, ആരാ ജോസഫ് വന്ന് എന്നിവരെ ദുബായിൽ നിന്ന് വന്നത് അറിയാലോ, എല്ലാവർക്കും ഓരോ 100 രൂപ വെച്ച് കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട്. അതുപോലെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും യുണൈറ്റഡ് യുണൈറ്റഡ് മാത്രമല്ല മാഞ്ചസ്റ്റർ എന്ന് പറയാം, 2 ടീമും കൂടിയിട്ട് 3 പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. അടുത്തത് ന്യൂകാസില്ല. 100% ഉറപ്പാണ്. കാരണം അതിൽ ബ്രൂണോ ഇല്ല. ബ്രൂണോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലെല്ലാം കണക്കന്നെ. ഉഗാർട്ടയും ഉണ്ടാവില്ല. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. 3 പോയിൻ്റ് അവർക്ക്. അത് കഴിഞ്ഞിട്ട് ലിവർപൂളിന് ഫുള്ള് എന്താ പറയുക, ഭയങ്കര ദാനശീലന്മാരാണ്. ഹൃദയം അത്രയും ഓപ്പൺ ഹൃദയമാണ്. എല്ലാവരും വന്നോ ഇതാ എടുത്തോളൂ, ആദായ വിൽപ്പന. അതാണ് അവസ്ഥ. വേറെ എന്താണ് പറയുക ഇവന്മാരെ കൊണ്ട്? ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു മര്യാദക്കുള്ള ഒരു കളി കളിച്ചിട്ട് ഒരു 2 ഗോളെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലേനു. ഇത് കഞ്ഞിയും വെള്ളം കുടിക്കാത്ത പോലത്തെ കളി. ഓൾറെഡി അവരെ ക്ലൈമറ്റ് ഒരു എന്താ പറയുക, ഒരു ഒലക്കേമല ക്ലൈമറ്റ് ആണ് ഉള്ളത്. എന്നിട്ട് അതിൻ്റെ മേലെ ഇവന്മാരെ കളി അതിൻ്റെ അപ്പുറം. മസ്റൂയി ഇന്ന് എല്ലാവരും വേസ്റ്റായിരുന്നു. മസ്റൂയിക്കൊന്നും ഒന്നും അമാതൊക്കെ ചത്ത്. ചങ്ങായിൻ്റെ പ്രായം അതാണ്. എല്ലാ കളിയും കളിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമാദിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ കാർഡ് വാങ്ങുക. എല്ലാവരും കാർഡ് വാങ്ങും. കാർഡ് നിരത്തി. യൂറോ 3-ാം മിനിറ്റിൽ വാങ്ങി, ഉഗാർട്ടെ 13-ാം മിനിറ്റിൽ വാങ്ങി, 19-ാം മിനിറ്റിൽ ബ്രൂണോ വാങ്ങി. ഞാൻ വിചാരിച്ച് ഫുള്ള് എല്ലാവരും റെഡ് വാങ്ങിയത്. ഇതിലും നല്ല എല്ലാവരും റെഡ് വാങ്ങിയിട്ട് പോകുന്നത് തന്നെയാണ്. പക്ഷേ ഭാഗ്യത്തിന് ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അടുത്ത കളി എന്തായി? ഉഗാർട്ടേ ഇല്ല, ബ്രൂണോ ഇല്ല. സന്തോഷമായി. ന്യൂകാസിൽ എനിക്കൊന്ന് കളിക്കണ്ടെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ 3 പോയിൻ്റ് ഉണ്ട്. അമ്മാതിരി ഫോമിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് പിന്നെ ഹോം അവേ അങ്ങനെയൊന്നുമില്ല. എവിടെ നിന്നായാലും ഓപ്പോസിറ്റ് ടീമിന് 3 പോയിൻ്റ് എടുത്തോളൂ പൊക്കോളൂ. അത്രയേ ഉള്ളൂ. ഇന്നത്തെ കളിയിൽ വേറെ എടുത്ത് പറയാൻ തന്നെ കമാൻഡറി വരെ പറഞ്ഞ് എത്രാം മിനിറ്റ്, 55-ാം മിനിറ്റിൽ 40 സെക്കൻഡ് ഹാഫിലാണ് ദ ഫസ്റ്റ് ഡേഞ്ചറസ് മൂവ് ഫ്രം യുണൈറ്റഡ് എന്ന് കമാൻഡറി വരെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കളി കണ്ട എല്ലാവർക്കും അറിയാമല്ലോ എന്ത് ഒലക്കെയാണ് ഇവന്മാരൊക്കെ കളിച്ചു കൂട്ടുന്നതെന്നറിയില്ല. ആകെ ഫോർമേഷൻ മാത്രം മാറിയിട്ടുണ്ട്. ബാക്ക് 3 ആയിട്ടുണ്ട്. കളി സ്റ്റൈല് ഫുള്ള് പഴയ കളി തന്നെ. അതേ ഇതിൽ പോകുന്ന അമോറിമാരുടെ സൈഡിൽ നിന്നിട്ട് അലറി വിളിക്കുന്നുണ്ട്. ഇവന്മാർ മൈൻഡ് തന്നെ ആക്കുന്നില്ല.
എന്തെന്ന് പറയും, ഇതിലെല്ലാം എടുത്ത് ഒന്നും കൂടുതലൊന്നും പറയാനില്ല. ഇനി അടുത്ത കളിക്ക് ന്യൂ കാസിലിന് 3 പോയിൻ്റ് കൊടുത്തിട്ട് നമുക്ക് കാണാം. ബൈ.